ഹലോ, ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് നോക്കി അതിന്റെ ഉള്ളിലെ യഥാർത്ഥ കഥ, അതായത് അതിന്റെ ഇന്നത്തെയും നാളത്തെയും അവസ്ഥ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫ്യൂച്ചർ എങ്ങനെ പറയാൻ പറ്റും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇത് വ്യക്തമാക്കാൻ നമ്മളൊരു യഥാർത്ഥ കമ്പനിയെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ കേസ് സ്റ്റഡി അഫോർഡബിൾ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ലിമിറ്റഡ്, അല്ലെങ്കിൽ ARAPL ആണ്. അപ്പോൾ അവരുടെ കണക്കുകൾ മുതൽ ഭാവിയിലേക്കുള്ള പ്ലാനുകൾ വരെ ഈ 5 ഭാഗങ്ങളിലൂടെ നമുക്ക് അവരുടെ കഥയെന്താണെന്ന് വിശദമായി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു കമ്പനിയുടെയും കഥ തുടങ്ങുന്നത് നമ്പറുകളിൽ നിന്നാണ്, അല്ലേ? ആദ്യം തന്നെ ARAPLന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ നമ്പറുകൾ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊന്നു നോക്കൂ. ARAPLന്റെ വരുമാനം കഴിഞ്ഞ കുറച്ചു കൊല്ലമായിട്ട് നല്ലൊരു വളർച്ചയുണ്ടായിരുന്നു, അല്ലേ? പക്ഷേ ഏറ്റവും പുതിയ 6 മാസത്തെ കണക്കിൽ ആ ഒരു സ്പീഡ് കുറഞ്ഞതായിട്ട് കാണാം. ഇതാണ് നമ്മുടെ കഥയിലെ ആദ്യത്തെ ഒരു ട്വിസ്റ്റ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. വരുമാനം ഏകദേശം സ്റ്റേബിളാണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ കമ്പനിയുടെ നഷ്ടം ഏകദേശം ഇരട്ടിയായി. അതെങ്ങനെ ശരിയാകും? വരുമാനം കുറയാതെ നഷ്ടം മാത്രം കൂടുന്നു. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രധാന കാര്യം. -1228 ലക്ഷം രൂപ, അതായത് ഏകദേശം 12 കോടിക്ക് മുകളിൽ. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 6 മാസം കൊണ്ടുണ്ടായ നഷ്ടമാണിത്. ഇതൊരു ചെറിയ സംഖ്യയല്ല, അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്: സെയിൽസൊക്കെ ഏകദേശം പഴയതുപോലെ തന്നെ, എന്നിട്ടും നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ കണക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ കഥ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. ആരാണ് ARAPL? എന്താണ് അവർ ശരിക്കും ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ARAPL ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കമ്പനിയല്ല, 2010 തുടങ്ങിയതാണ്. റോബോട്ടിക്സിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഈയിടെയായിട്ട് US പ്രവർത്തനം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. ഇതോർത്തു വെക്കണം, നമ്മുടെ കഥയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത്. 1. വെൽഡിംഗ് റോബോട്ടുകൾ. 2. കാറുകൾ പാർക്ക് ചെയ്യാനുള്ള റോബോട്ടിക് സിസ്റ്റങ്ങൾ. 3. വെയർഹൌസുകൾ ഓട്ടോമേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ പ്രധാന ബിസിനസ്. അവരുടെ വരുമാനം എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് നോക്കിയാൽ അത് വെൽഡിംഗ് ഓട്ടോമേഷനിൽ നിന്നാണ്, ഏകദേശം 60%. അപ്പോൾ നിലവിൽ അതാണ് അവരുടെ മെയിൻ ബിസിനസ്. ശരി, അപ്പം നമ്മൾ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കെത്തുകയാണ്. നമ്മൾ ആദ്യം കണ്ട നഷ്ടത്തിന്റെ കണക്കുകൾക്കൊരു വിശദീകരണം തരുന്ന കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ. നമ്മൾ ആദ്യം കണ്ട ആ നഷ്ടത്തിന്റെ കണക്കുകൾ മറന്നേക്കൂ. കമ്പനിയുടെ ഓർഡർ ബുക്ക്, അതായത് അവർക്ക് ഭാവിയിൽ കിട്ടാനുള്ള ഓർഡറുകളുടെ മൂല്യം 140 കോടിയിൽ നിന്ന് ഒറ്റയടിക്ക് 190 കോടിയായി ഉയർന്നിരിക്കുന്നു. ഏകദേശം 35% വർധനവ്. ഈ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. നമ്മളൊരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ പ്രീ ഓർഡർ ഇല്ലേ, അതുപോലെയാണിത്. കമ്പനിക്ക് ഉറപ്പായും കിട്ടാൻ പോകുന്ന ബിസിനസ്സാണിത്. ഇതവരുടെ ഭാവിയിലെ വരുമാനത്തിന്റെ ഒരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതാണ് സംഭവം. കമ്പനി ഇപ്പോൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4 കാര്യങ്ങളിലാണ് അവർ പണം മുടക്കുന്നത്. US പുതിയ റോബോട്ടുകൾ, ഇന്ത്യയിൽ ഫണ്ട് ശേഖരണം, പാർക്കിംഗ് ബിസിനസ് വികസിപ്പിക്കൽ. അപ്പം നമ്മൾ ആദ്യം കണ്ട ആ നഷ്ടം ഭാവിയിലെ ഈ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതൊക്കെ വെറും പ്ലാനുകൾ മാത്രമല്ല കേട്ടോ. അവർ ഓൾറെഡി US നിന്ന് $4 മില്യൺ ഓർഡർ നേടി, പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തു, ടീമിന് വലുതാക്കി. അതായത് ഈ പ്ലാനുകൾ വർക്കായി തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണിത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചാൽ എന്ത് ചിത്രം കിട്ടും? കമ്പനിയുടെ ഇന്നത്തെ അവസ്ഥയും നാളത്തെ പ്രതീക്ഷയും നമുക്കതൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇതാണ് ARAPLന്റെ ഇപ്പോഴത്തെ കഥ. 2 യാഥാർത്ഥ്യങ്ങൾ. ഒരു സൈഡിൽ ഇന്നത്തെ നഷ്ടക്കണക്കുകൾ, മറ്റേ സൈഡിൽ 35% വളർച്ച കാണിക്കുന്ന ഓർഡർ ബുക്കും ലോകവിപണി പിടിക്കാനുള്ള വലിയ പ്ലാനുകളും, അതായത് നാളത്തെ ഒരു വലിയ വാഗ്ദാനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവം. ARAPL ഇപ്പോൾ ഒരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഘട്ടത്തിലാണ്. നാളത്തെ വലിയ വളർച്ചയ്ക്ക് വേണ്ടി അവർ ഇന്നത്തെ ലാഭം വേണ്ടെന്ന് വെക്കുകയാണ്. ഭാവിക്ക് വേണ്ടി പണിയുന്ന ഒരു ഘട്ടം. അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: നാളത്തെ ഒരു വലിയ വളർച്ചയുടെ കഥയ്ക്ക് വേണ്ടി ഇന്നത്തെ ഈ നഷ്ടം സഹിക്കുന്നത് ശരിയായ ഒരു തീരുമാനമാണോ? ഇതിനുള്ള ഉത്തരം ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. പക്ഷെ ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ കണക്കുകൾക്കപ്പുറം അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്ര പ്രധാനമാണെന്ന് ഈ ഒരു വിശകലനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.